സൗണ്ടിലുള്ള ഒരു സാധനങ്ങളാണ് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഞങ്ങൾ റെഡ് ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. രാവിലെ ഒരു കുളി പാസ്സാക്കിയിട്ട് നല്ല തണുപ്പുണ്ട്, എങ്കിലും സ്വെറ്റർ ഒന്നും ഇടാതെ ഞാൻ എന്ത് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കാണ്, എങ്കിലും ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. ആകെ 70 രൂപയുടെ കേസേ ഉള്ളൂ 2 പേർക്ക്. ഇതാണ് റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ. നല്ല വൺ സെക്യൂരിറ്റി ടൈറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ കുറേ VIPs, അതായത് പല രാജ്യത്തിൻ്റെയും പ്രതിനിധികളെ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നതായിട്ട് കണ്ട്. റഷ്യ, പോർച്ചുഗൽ, അങ്ങനെ കുറേ രാജ്യത്തിൻ്റെ പട്ടാളക്കാരടി പോയിട്ട് നാളാവാൻ നോക്കിയതാ, ചീറ്റിപ്പോയി. ഭാഗ്യം നമ്മൾ എവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാലും മലയാളീസിന് ഒരു ത്വരണ്ടല്ല, അവിടെ എന്താ അറിയാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കല്, അങ്ങനെ എടുക്കാൻ പോയതാ. 384 വർഷം എന്തോ ഈ ഫോർട്ടിന് പഴക്കണ്ട്. അന്ന് ഷാജഹാൻ ഉണ്ടാക്കിയോണ്ട് സംഭവം നിലനിൽക്കുന്നുണ്ട്. നമ്മളാൾക്കാരൊക്കെ ഉണ്ടാക്കിയത് പൊളിഞ്ഞാടും ചെയ്യും. ഇതിനകത്ത് കുറെ ഷോപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റെഡ് ഫോർട്ടിനകത്ത്. എന്താ വില സംഭവം എന്നറിയില്ല. ഷാളിന് അതിൽ 500 രൂപ ഉണ്ട്, അപ്പോൾ വില ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ കുറേ ഷോപ്പിങ്ങുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. 300 വർഷം മുന്നേ ഇങ്ങനെ കൊത്തി പണിത് വെച്ച സാധനങ്ങളാണ് തോന്നുന്നതൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. പ്രേംകാക്ക എന്താ അതിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. സംഭവം തന്നെ നൈസാണ്. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ പഴയതാണ്, ഇതൊക്കെ അന്ന് ഉണ്ടാക്കിയാ തോന്നുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ന്യൂ രാജസ്ഥാനിൽ ഒരു മാപ്പിൾ ഉണ്ടെങ്കിലും പിടിക്കാൻ അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെട്ടി തിളങ്ങുണ്ടതൊക്കെ. നമ്മള് റെഡ് ഫോർട്ടും കാര്യങ്ങളും കണ്ടിട്ട് കൃതാന്തനായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ പോകുന്നത് ജമാ മസ്ജിദിലോട്ടാണ്. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മള് കുത്തബ് മിനാറിലോട്ട് പോകും. കാർ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ സൈക്കിൾ റിക്ഷ എടുത്തിട്ട് പോവാണ്. സംഭവം നല്ല രസമാണ്. എങ്ങനെയാണ് ചവിട്ടുന്നത്, എത്രയും വെയിറ്റ് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. റെയിംഖാന്റെ വെയിറ്റ് തന്നെയുണ്ട് 90 ഞാന്. പിന്നെ ഇവിടെ നല്ല ട്രാഫിക്കും കാര്യങ്ങളാകുമ്പോ ഏറ്റവും ബെറ്റർ എന്താ അറിയോ, നമ്മളെ കാറ് പാർക്കിങ്ങിൽ ഇടുക. അവിടെ 100 രൂപ കൊടുത്താലും പാടില്ല, കാരണം അവിടെ ഭയങ്കര റഷാണ്. ട്രാഫിക്കിൽ വണ്ടി എടുക്കാൻ കുറച്ച് റിസ്ക് അവിടെ. അപ്പൊ ഇങ്ങനത്തെ വണ്ടികളാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഞാനേ എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ പരിചയപ്പെട്ട പേരും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ എന്താ അറിയോ, ഇയാളുടെ പേരെന്താ ഞാൻ ചോദിച്ചു. ഇയാളെന്ന് പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ, പേരിലൊന്നും കാര്യമില്ല, പണിയെടുത്താൽ പോരെ, പണിയെടുക്കുക ജീവിക്കാതെ. അത് കേട്ടപ്പോണ്ടല്ലോ മനസ്സിനൊരു കുളിർമ. പട്ടിയെ പോലെ പണിയെടുക്കുക, രാജാവിനെ പോലെ ജീവിക്കുക. പണ്ടാരോ പറഞ്ഞ ഡയലോഗാണ്, പക്ഷെ ഞങ്ങൾ കടെടുത്തു എന്നുള്ളൂ. കാണുന്നതാണ് ഡൽഹി ജമാ മസ്ജിദ്. പിന്നെ നമ്മൾ വില പേശിയിട്ടൊക്കെ വേണം കേട്ടോ എപ്പോഴും സൈക്കിൾ റിക്ഷ കാര്യങ്ങളൊക്കെ എടുക്കണത്, അല്ലെങ്കിൽ നല്ല ചാമ്പലി ചാമ്പും. പിന്നെ നമുക്ക് ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഗൈസ്, ഇതാണ് മീന ബസാറ്. സാധനം വാങ്ങണില്ലേലും വെറുതെ വില കഴിക്കണ റെയിൻക. ഇതാണ് മീന ബസാർ. ഇവിടെ കുറേ ഷോപ്പിങ്ങിന് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ജമാ മസ്ജിദ് കാണാം. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കേറിട്ട് പോകുന്നതാണ്, പക്ഷെ കാണുന്നത് മുഴുവൻ മാർക്കറ്റ്. മസ്ജിദ് ഒന്നും ഇവിടെ കാണുന്നില്ല. കാണുന്നത് അതാണ് മസ്ജിദ് കേട്ടാ. ഇവിടെ മുഹബത്ത് കാ സർവത്ത് ഉണ്ട്. പിന്നെ അങ്ങനെയാണ്. പിന്നെ നാരങ്ങ വെള്ളം, കപ്സ. അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ കപ്സയും ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നല്ല ഹൈജീൻ ആവും. ഏതായാലും സംഭവം ഏതായാലേ മുഹബത്ത് കാ സർവത്ത് അമ്മ രസമൊക്കെ ഉണ്ട് കേട്ടോ. മസ്ജിദിന്റെ ഗേറ്റിൽ നിന്ന് നോക്കിയാലേ നല്ല ക്രൗഡ് ഇങ്ങനെ കാണാം ഈ മാർക്കറ്റില്. ഇത് അപ്പുറത്താ കാണുന്നതാണ് ഫോർട്ട്. അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ കണ്ടു. അങ്ങനെ കുറച്ച് PPT സൗണ്ടിലുള്ള ഒരു സാധനങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടികൾ ഇങ്ങനത്തെ കൾച്ചറിൽ സ്ട്രീറ്റിലെല്ലാം വളർന്നു വരുന്നു. ഇപ്പൊ നമ്മൾ ഇന്നലെ താജ്മഹൽ പോയ ടൈമിലായാലും കുറച്ച് ഫോറിനേഴ്സിനെ അങ്ങനെ അവിടുത്തെ ലോക്കൽസിൽ ഡിസ്റ്റർബ് ചെയ്യണ മാതിരി നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മൾ പിന്നെ അവിടുന്ന് ഒന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ട്രീറ്റിൽ വന്ന് കഴിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അത്രക്ക് ഹൈജീനിക്ക. നമുക്ക് ബ്ലോഗിലൊക്കെ കാണാൻ നല്ല രസമാണ്, പക്ഷെ നല്ല രീതിക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കത്ര പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. ഇങ്ങനത്തെ ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ എടുക്കുന്ന നേരത്തെ എപ്പോഴും വില പേശിയിട്ട് എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ആകെ 100 രൂപ, ഇവിടുന്ന് അങ്ങോട്ട് വരാൻ ആകെ 50 രൂപയേ ഉള്ളൂ. കാരണം നമ്മൾ വില പേശി നേരത്തെ ആളുകളൊരു ഭാഗം കണ്ടപ്പോൾ പിന്നെ അവിടെ കൊടുത്തു വിട്ടതാണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 200ഉം 150 ഒക്കെ പറഞ്ഞവരുണ്ട്. നേരത്തെ ഡേറ്റ്സിന്റെ വില ചോദിച്ചപ്പോ 300 രൂപ വില പറഞ്ഞ സാധനം 180 തന്നു. ഇന്നലെ രാത്രി കണ്ട്, പക്ഷെ രാവിലെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അപ്പൊ യൂട്ടേൺ അടിക്കാൻ വേണ്ടി നമ്മുടെ ടണലിന്റെ ഉള്ളിൽ കൊണ്ട് കയറിയതാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള വാളാണ്.
അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും ഞങ്ങൾ എവിടെ ഈ റൗണ്ട് അബൌട്ട് കാണിക്കുന്നുണ്ട് മാപ്പില്, പക്ഷെ എവിടെയൊന്നും കാണില്ല. സംഭവം അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിന് നേരെ മുകളിൽ സിറ്റി ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് കൂടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. എന്തായാലും ഇവിടെ ബാക്കി ഞാനൊന്നും നടക്കില്ല. ഇന്നലെ രാത്രി ഞങ്ങളിത് കണ്ടാണ്. രാത്രി കാണാനാണ് ഭയങ്കര രസമുള്ളത്. ഇപ്പോ അതിന്റെ ഭംഗിയില്ല, എങ്കിലും കുറെ ആളുകളുണ്ട് അവിടെ. പിന്നെ ആദ്യമേ കുറെ ആൾക്കാരെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ പാർക്ക് ചെയ്ത അടിയിലൂടെ അണ്ടർപാസ് വഴിയാണ് അങ്ങോട്ട് പോകാനുള്ളത്. ഒരു വിചിത്രമായ ഇത് കണ്ടാണ് ഈ വെയിലെത്തും മത്തി ഉണക്കാട്ടന്മാരെ അവിടെ ആൾക്കാരതൊക്കെ എടുക്കുന്നുണ്ട്. ഈ പൊരി വെയിലെത്തും തണുപ്പത്ത് വെയിലുള്ള വന്നതാണോ എനിക്ക് തോന്നുന്നുണ്ട്. വെയിലത്ത് വേറെന്തെല്ലാം പരിപാടി നടക്കുന്നുണ്ട്. അതൊക്കെ പരിപാടി നടക്കണ്ടിട്ടാ, ആ കളി നടക്കൂല. ഈ പൊരി വെയിലത്ത് ആ പാർക്ക് അവിടെ ഇവിടെ എല്ലാരും കിടക്കാണ്. ആ കാണാണ് എയിംസ്. ഒരു മലയാളിനെ കണ്ട് പരിചയപ്പെടുത്താ. മലയാളിയാണ്, ആളിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് കണ്ടിട്ട് ചോദിച്ചാണ് ഇതെന്ത് തേങ്ങയാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്പർ പ്ലേറ്റ് ആണ് അതോ ഓന്റെ ഫോൺ നമ്പർ ആണോ? ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ടി കൊണ്ട് തുടങ്ങണ ഫോൺ നമ്പർ എവിടെ? എനിക്കറിയില്ല. നമ്മൾ ഡിഫൻസിന്റെ കണ്ടിട്ടുണ്ട്, ഇലക്ട്രിക് കണ്ടിട്ടുണ്ട്, ഗവൺമെന്റ് ടാക്സിന്റെ പ്രൈവറ്റും കണ്ടിട്ടുണ്ട്. 14 നമ്പർ അല്ല. ഇത് ഏത് രാജ്യം എനിക്കറിയില്ല. വല്ല ഉഗാണ്ട ആയിരിക്കും. പടച്ചമ്പുരാനറിയാം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിതാ കുത്തബ് മിനാർ കാണാൻ പോവാണ്. നല്ലൊരു ക്യൂ തന്നെ ഉണ്ട് അങ്ങോട്ട്. അപ്പൊ അങ്ങനെ വരി നിൽക്കാണ്. ഇപ്പൊ സീസൺ ആണോ അറിയില്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ കുത്തബ് മിനാർ കാണാൻ വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ സംഭവം. സമ്മതിക്കണം. എങ്ങനെ ഇതൊക്കെ പണിയെടുത്താണോ? ഇതിമ്മ കൊറേ എഴുത്ത് എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഒരു ഫ്ലൈറ്റ് ഇതാ പോകുന്നേ. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രം അറിയോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിവില്ലയോ? അതാദ്യം പറയും. ഡയലോഗടി നിർത്ത്. ഗൂഗിൾ നോക്കിയിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, വേറെ അറിവൊന്നുമില്ലല്ലോ. ആ നമുക്ക് ആദ്യം ഇങ്ങനെ കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ നോക്കിയെന്ന് ഇങ്ങനെ ആലോചിച്ചത്. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത്രയും കാലം മുന്നേ. അത്രയും ഹൈറ്റിലാണല്ലോ ഈ സംഭവം ഇരിക്കണത്. അന്ന് ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. സമ്മതിക്കണം അത് ഉണ്ടാക്കിയവരൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ കുത്തബ് മിനാറിനോട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങനെ സരോജിനി മാർക്കറ്റിലേക്ക് പോവാണ്. പോയോക്കട്ടെ. ഇവിടെ ഫുൾ ടൈം ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 5 ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവും. സരോജിനി മാർക്കറ്റ്, പിന്നെ മീന മാർക്കറ്റ് നമ്മൾ നേരത്തെ മാർക്കും. ഇവിടെ മസ്ജിദിന്റെ അടുത്ത്, ഡൽഹി ജുമാ മസ്ജിദിന്റെ അടുത്ത്. ഇനിയിപ്പോൾ രാത്രി ഇനി ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ റൂമും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പൊളിക്കോ? പിന്നെ ആരപ്പോൾ വിളിച്ചിരുന്നത്? അപ്പൊ നമുക്ക് എല്ലായിടത്തും ഇപ്പോ ആൾക്കാരുണ്ട് റൂമും കാര്യങ്ങളൊക്കെ തരാന്. പക്ഷെ നമ്മൾ എടുക്കാത്തതിന്റെ റീസൺ എന്താ? എന്തിനാണ് അവരെ ബുദ്ധിമുട്ട്? പക്ഷെ ഇവര് ഇങ്ങോട്ട് വിളിക്കണം കാശ്മീരില്. ഇപ്പൊ നമുക്കിപ്പോ ഡൽഹിയിലായാലും 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ മാക്സിമം ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ബാംഗ്ലൂരത്തല്ലേ? അത് മറന്നിക്കണം. ഇന്നിപ്പോ 7-ാം തീയതി. എത്രാം തീയതി? 10-ാം തീയതി സാധാരണ റെന്റ് കൊടുക്കാറ്. 10-ാം തീയതി നമ്മൾ പോകുന്നത്. അപ്പൊ അതിൽ റെന്റ് അയച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ റൂം ഉണ്ടാവില്ല നിൽക്കാന്.